ചായ കുടിക്കുന്നോ? വേണ്ടേ? വേറെ ചായ എടുക്കണ്ട കേട്ടോ, ഇത് മതി. റോജിൻ ചേട്ടനല്ലേ? ആ, എന്നെ അറിയാവോ? എനിക്കറിയാം, എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചതല്ലേ, സണ്ണിയുടെ കൂടെ. ചേട്ടൻ പുറത്തെങ്ങണ്ടല്ലായിരുന്നു? ആ, യു കെല. ഹലോ, ആ നിങ്ങളെപ്പോഴാണ് വരുന്നത്? 2018 മോഡലാ, 8 കിട്ടണം. വരുന്നേ പെട്ടെന്ന് വരണം, എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു പോകാനുള്ളതാ. ആ, വരുമ്പോൾ പൈസ ആയിട്ട് വന്നാൽ മതി. ആ ആ ശരി എന്നാ, ഓക്കെ. എത്രയായി? 10 രൂപ. വണ്ടിക്കകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പച്ചനാരും ഇല്ലേ? ഇല്ല. എന്താ പേര്? വർഗീസ്. എവിടാ വീട്? കേളരിപ്പാലത്തിനടുത്താ. വിവാഹം കഴിച്ചില്ലേ? ഭാര്യ മരിച്ചുപോയി, 8 വർഷമായി. മക്കളൊക്കെ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. എന്നെ അറിയാവോ? എന്നെ വീട് വരെ ഒന്ന് കൊണ്ടുപോകാവോ? എന്തിനാ? ഒരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. ആ, ഇപ്പോൾ വേണ്ട, പിന്നീടാട്ടെ. എനിക്ക് പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട്. 6 മണിക്ക് പോകേണ്ടതാ. ആരാ? സിസ്റ്റർ, ഇവിടുത്തെ ഇൻചാർജ്. മദറിനെ കാണാനാണോ? വിളിക്കാവേ, കയറിയിരിക്കും. ബാ, അത് കയറിയിരിക്കാം. ആ സിസ്റ്ററെ. വന്നിട്ട് കുറേ നേരമായോ? ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ നിങ്ങൾ എവിടെന്നാ? ഞങ്ങൾ വെട്ടിച്ചിറയിന്ന് വരിക. ഈ വയസ്സായ ആൾക്കാരെ നോക്കുന്ന സ്ഥലം ഇതല്ലേ? ആ അതെ. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ വീടിനടുത്തുള്ള ഒരാളാണ്. പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇതേപോലെ പ്രായമായ ആൾക്കാരെ നോക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അപ്പച്ചൻ്റെ പേരെന്നാ? വർഗീസ്. എവിടെയാ താമസിക്കുന്നേ? കേളരിപ്പാലത്തിനടുത്താ. കല്യാണമൊന്നും കഴിച്ചില്ലായിരുന്നോ? ഭാര്യ മരിച്ചു, 8 വർഷമായി. അപ്പച്ചന് അപ്പം മക്കളൊന്നും ഇല്ലായിരുന്നോ? ഒരാളുണ്ടായിരുന്നു. പക്ഷേ അവൻ എന്നെ എപ്പോഴാണ് വിട്ടുപോയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അത് പിന്നെ വീട്ടിൽ ആരെങ്കിലും ഉള്ളവരെ നമ്മളിവിടെ അങ്ങനെ എടുക്കാറില്ല. എൻ്റെ പൊന്നു സിസ്റ്റർ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പുള്ളി ഒറ്റയ്ക്കെങ്ങാണ്ട് താമസിക്കുകയായിരുന്നെന്നാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് നേരത്തെ അറിഞ്ഞിരുന്നാൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു. അപ്പച്ചൻ എത്ര നാളായി ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്? അറിയില്ല. എൻ്റെ പൊന്നു സിസ്റ്ററെ, ഓർമ്മശക്തി ഒന്നും പുള്ളിക്ക് കാണത്തില്ല. കുറേ കാലമായില്ലേ ഒറ്റയ്ക്കായിട്ട്. പിന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നും കണ്ടാ ഞാൻ കൊണ്ടുവന്നേ. ഓ, അത്രയും ചെയ്യാൻ തോന്നിയല്ലോ, അതൊരു നല്ല കാര്യമാണ്. പിന്നെ സിസ്റ്റർ, ഇവിടുത്തെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാ? ഇവിടെ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പിന്നെ ആരെങ്കിലും നല്ല മനസ്സുള്ളവർ എന്തെങ്കിലും തരും,
അത് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. സിസ്റ്റർ, ഇതെൻ്റെ ചെറിയൊരു സംഭാവനയാണ്. ഒരു ചെറിയ സന്തോഷം. ആ, താങ്ക് യു. എവിടാ ജോലി ചെയ്യുന്നേ? ഞാൻ യു കെയിലെ സിസ്റ്ററെ. ഓ. ഫാമിലി എല്ലാം യു കെയില. പിന്നെ നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് വിറ്റുപേർക്ക് പോയേക്കാന്ന് കണ്ടു. ആണോ? ബാധ്യതകളൊക്കെ തീർക്കണമല്ലോ. എന്നാൽ നിങ്ങളൊന്ന് ഇരിക്കേ, ഞാനൊന്ന് ആ രജിസ്റ്ററൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ശരി സിസ്റ്ററെ. വണ്ടിയെ വെച്ച് പറഞ്ഞ പോലൊന്നും അല്ലല്ലോ ഇവിടെ വന്ന് പറഞ്ഞത്. അതെ, മദർ ചാപ്പലിലോട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. ആ, എഴുന്നേക്ക്. ഇങ്ങോട്ട് ഞാൻ വരാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? റോജിനെ, ഈ ബൈബിളെ തൊട്ട് സത്യം ചെയ്ത് ഒരു കാര്യം പറയാവോ? ഓ, അതിനിപ്പോൾ എന്നെ ഞാൻ സിസ്റ്ററെ പറയണ്ടേ? എങ്കിൽ പറ, ഈ നിൽക്കുന്ന വർഗീസേട്ടൻ നിന്റെ അപ്പനല്ലെന്ന്. ആ, അത്രേ ഉള്ളൂ. അതിനെന്താ, ഞാൻ ചെയ്യാമല്ലോ. കാണിക്കേ. വേണ്ട മോനെ. റോജിനെ, ആ പോകുന്നത് നിന്റെ അപ്പനല്ലെന്ന് പറയാൻ നിനക്ക് മടി കാണത്തില്ലായിരിക്കും. പക്ഷെ അത് കേൾക്കാനുള്ള ശക്തിയുണ്ടല്ലോ ആ പോയ മനുഷ്യനില്ല. അതിൻ്റെ പേരാ സ്നേഹം. ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. റോജിനെ, ഒരു കാര്യം കൂടെ പറയാനാ. ഇത് നേരത്തെ തന്ന ആ ചെക്ക, ഇത് വെച്ചോ. ഇത് വെച്ച് ആ അപ്പനെ നോക്കാൻ ഒരാളെ നിർത്ത്, അവർ നോക്കിക്കോളും. അപ്പച്ചാ, ചെല്ല്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതല്ലാതെ വേറൊന്നും ഇവിടെ വന്ന് എഴുന്നള്ളിക്കരുതെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? കാശ് കൊടുത്ത് ആളെ നിർത്താൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. ഇനി ഉള്ള കാലമെങ്കിലും സമാധാനത്തോടെ നല്ലൊരു സ്ഥലത്ത് വന്ന് ജീവിച്ചോട്ടെന്ന് കണ്ട. വീടും സ്ഥലമൊക്കെ നീ വിറ്റ കാര്യം ഞാൻ അറിഞ്ഞു മോനെ. അതിനിടയ്ക്ക് നീ എന്നെ കൂടെ വിട്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്.
മദറെ മദറെ, ആ ഗേറ്റിന്റെ പുറത്ത് ആരോ വന്നിരിപ്പുണ്ട്. ആണോ? ആ ടോർച്ചിങ് എന്നേ ഞാൻ നോക്കട്ടെ.